السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സൂറത്തുൽ അംബിയ 64 മുതലുള്ള വചനങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فرجعوا إلى أنفسهم فقالوا إنكم أنتم الظالمون. ثم نكسوا على رؤوسهم لقد علمت ما هؤلاء ينطقون. قال أفتعبدون من دون الله ما لا ينفعكم شيئا ولا يضركم أف لكم ولما تعبدون من دون الله أفلا تعقلون. ഒന്നുകൂടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فرجعوا إلى أنفسهم فقالوا إنكم أنتم الظالمون. ثم نكسوا على رؤوسهم لقد علمت ما هؤلاء ينطقون. قال أفتعبدون من دون الله ما لا ينفعكم شيئا ولا يضركم أف لكم ولما تعبدون من دون الله أفلا تعقلون. കഴിഞ്ഞ ആയത്തുകളിൽ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ചോദ്യം ചെയ്തതും അദ്ദേഹം നൽകിയ പ്രതികരണവുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. നീയാണോ ഈ ക്രൂരമായ കൃത്യം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് ഒരു പക്ഷേ ഈ വലിയവനായിരിക്കാം അത് ചെയ്തത്, അത് അവനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക എന്ന് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. ഖാല ബൽ ഫഅലഹു കബീറുഹും ഹാദാ ഫസ്അലൂഹും ഇൻ കാനൂ യൻതിഖൂൻ. സംസാരിക്കുമെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കുക ആരാണ് ചെയ്തത് എന്ന്. ഫറജഉ ഇലാ അൻഫുസിഹിം ഫഖാലു ഇന്നകും അൻതുമുൽ ളാലിമൂൻ. ഫറജഉ അപ്പോൾ അവർ മടങ്ങി, ഇലാ അൻഫുസിഹിം അവരിലേക്ക് തന്നെ അവർ മടങ്ങി എന്ന് പറഞ്ഞാൽ സ്വയം ഒന്ന് അവർ ചർച്ച ചെയ്തു, തമ്മിൽ സംസാരിച്ചു, അത് ചിന്തിച്ചു, ആലോചിച്ചു എന്നൊക്കെ അർത്ഥം. അങ്ങനെ ഫഖാലു ഇന്നകും അൻതുമുൽ ളാലിമൂൻ
ഫഖാലു, അങ്ങനെ ആ ചിന്തിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, അൻതും, നിങ്ങൾ തന്നെയാണ്, അല്ലാലിമൂൻ, അക്രമികൾ എന്ന് അവർ സ്വന്തത്തിലേക്ക് മടങ്ങിക്കൊണ്ട് അവർ പറഞ്ഞു എന്നാണ്. രണ്ട് രൂപത്തിലാണ് അത് തഫ്സീർ ചെയ്യപ്പെട്ടത്. ഒന്ന്, അദ്ദേഹത്തിന് ഈ ചോദ്യം കുറിക്കൊണ്ടു, നിങ്ങൾ ചോദിച്ചു നോക്കൂ ഇയാളായിരിക്കാം ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ഒരു തമ്മിൽ സംഗതി പോകുന്നത് ശരിയല്ലേ, നമുക്ക് പയ്യോട് ചോദിച്ചത് കാര്യമില്ലല്ലോ, നമ്മൾ എന്ത് പോയത്താണ് ഈ കാട്ടുന്നത് എന്ന് അവർ പരസ്പരം തമ്മിൽ പറയുകയും നമ്മൾ ചെയ്യുന്ന വലിയ ദുൽമ് തന്നെയാണ്, ഒന്നിനും പറ്റാത്ത ഇതിനാണല്ലോ നമ്മൾ ആരാധിക്കുന്നത് എന്ന ആ ഒരു വസ്തുത അവർ ബോധ്യപ്പെടുകയും അത് അവർക്കിടയിൽ അങ്ങനെ സംസാരം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഓരോരുത്തരും രണ്ടഭിപ്രായം ഉണ്ടായി. അഭിപ്രായം എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം അവിടെ നടന്നു എന്നർത്ഥം. മറ്റൊരു തഫ്സീർ ഇബ്നു കസീറൊക്കെ നൽകിയ വ്യാഖ്യാനത്തിൽ കാണാം, അവർ തന്നെ കുറ്റപ്പെടുത്തിയത് ഈ വിഗ്രഹങ്ങൾക്ക് ഒരു കാവൽ പോലും ഏർപ്പെടുത്താതെ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന കാര്യത്തിലാണ് എന്നാണ്. അതായത് ഇവിടെ ഇപ്പം ഞാൻ ആരത് തകർത്തു ചോദിക്കാൻ അർത്ഥമില്ല, നമ്മൾ നോക്കേണ്ടതല്ലേ, നമ്മൾ നോക്കാതെ അവിടെ എല്ലാവരും കൂടി നമ്മൾ ആഘോഷത്തിന് പോയിട്ട് അവസാനപ്പോൾ വന്നിട്ട് ഇതാരെ നാശാക്കി ചോദിക്കുന്ന ഒരർത്ഥമുണ്ടോ, അവിടെ നമ്മൾ ചെയ്ത് തന്നെയാണ് തെറ്റ് എന്ന രൂപത്തിലും ഈ ആയത്തിന് ഒരു വ്യാഖ്യാനം നൽകപ്പെടുന്നുണ്ട്. ഒന്നാമത് പറഞ്ഞതാണ് കൂടുതൽ പണ്ഡിതന്മാരും സ്വീകരിച്ചതും ശേഷമുള്ളതിനോട് കൂടി യോജിക്കുന്നതും അതാണ്. ഇമാം സഅദി അടക്കമുള്ള ആളുകൾ, ഇമാം ഖുർത്തുബി, അവരൊക്കെ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ വ്യാഖ്യാനമാണ്. അഥവാ അവരെ പറ്റി തന്നെ ചിന്തിക്കുകയും പരസ്പരം അവർ ആലോചിക്കുകയും ആ ഇടയിൽ നിന്ന് തന്നെ സംസാരങ്ങൾ വരികയും ചെയ്തു, നമ്മൾ ചെയ്തത് ദുൽമാകുന്നു എന്നാണ്. ഇമാം സയ്യിദൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും, അവരിലേക്ക് മടങ്ങി ചിന്തിച്ചപ്പോൾ അവർക്ക് ശരിയായ ബുദ്ധിയിലൂടെ ആലോചിക്കാൻ അവസരം ഉണ്ടായി. അപ്പൊ അവർക്ക് അലിമു അന്നഹും ളാല്ലൂന ഫീ ഇബാദത്തിഹാ, അവർക്ക് ബോധ്യമായി, അവർക്ക് മനസ്സിലായി ഇവയെ ആരാധിക്കുക വഴി നമ്മൾ ചെയ്ത് വഴികേടാകുന്നു എന്ന് മനസ്സിലാകുകയും വഅഖറു അലാ അൻഫുസിഹിം ബിൽദുൽമി വശ്ശിർക്കി, നമ്മൾ ദുൽമിലാണ്, ശിർക്കിലാണ് എന്ന് അവർ തന്നെ അംഗീകരിക്കുകയും സമ്മതിക്കുകയും ഒക്കെ ചെയ്തു. അതാണ് ഫഖാലു ഇന്നക്കും അൻതുമുൽ ളാലിമൂൻ എന്ന് പറയുന്നത്. ഫഹസല ബിദാലിക്കൽ മഖ്സൂദ്, അതോടുകൂടി ആ ലക്ഷ്യം നടന്നു. ഇബ്രാഹിം നബി ഇസ്ലാം എന്തിനാണോ ചെയ്തത് ആ ലക്ഷ്യം അവിടെ നടന്നു. അവരെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ്. അവരിടയിൽ ചില ആളുകളെങ്കിലും ചിന്തിച്ചേക്കാം, എല്ലാവരും കൂടെ ഒന്നും മാറുന്നില്ല, എന്നാലും ഒറ്റപ്പെട്ടവരെങ്കിലും ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർ പ്രതീക്ഷയിലാണ് അദ്ദേഹം അത് ചെയ്തത്. അതങ്ങനെ തന്നെ ഉണ്ടായി. പക്ഷേ പിന്നെ ഒരു നേരെ തലതിരിഞ്ഞു. എന്ന് പറഞ്ഞാൽ ശരിക്കും കീക്കാൻ തൂക്കാകാന്നാണ്, തലകുത്തനാവുക, അതിനാണ് ശരിക്കും വാക്ക് ഉപയോഗിക്കുക. പിന്നെ നേരെ അവര് തല മറിഞ്ഞു വന്നു. ആ ചിന്ത പിന്നെ പോയി. അതിങ്ങനെ ഫസ്റ്റ് കളിക്കുന്നപ്പോ അത് ഓമറിന് ശരിയാണല്ലോ എന്നുണ്ട് തോന്നിയെങ്കിലും പിന്നെ അപ്പോഴേക്ക് അവരൊക്കെ നിന്ന് അതിനെതിരായിട്ട് സംസാരം ഉണ്ടാകുകയും അങ്ങനെ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ് അവർ തന്നെ പിന്നെ തിരിച്ചടിച്ചു. അതാണ് സുമ്മനുക്കിസു അലാ റൂസിഹിം ലഖദ് അലിംത മാ ഹഉലാ യൻതിഖൂൻ. ഇബ്രാഹിം ചോദിച്ചതിന് ഉത്തരം വേണമല്ലോ, മറുപടി പറയാതിരുന്നാൽ പ്രശ്നമാണ്. അദ്ദേഹം ചോദിച്ചത് എന്താണ്, ഇവനായിരിക്കാം ചെയ്തിട്ടുണ്ടാവുക, നിങ്ങൾ ചോദിച്ചു നോക്കി അയാൾ സംസാരിക്കുമെങ്കിൽ എന്നാണല്ലോ. അവിടെ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം മുട്ടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മറുപടി കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ ഒരു മറുപടി, പിന്നെ മറുപടി ചർച്ച, നമ്മൾ അങ്ങനെ ഇപ്പൊ നമ്മൾ തമ്മിൽ പറയാൻ പറ്റൂല. ഇപ്പൊ എന്തായാലും ഇബ്രാഹിമിനെതിരായിട്ട് നമ്മൾ പറ്റുള്ളൂ എന്ന് തീരുമാനമാവുകയും എല്ലാവരും കൂടെ അതിലേക്ക് ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നു. അതാണ് പിന്നെ അവർ നേരെ തലമറിഞ്ഞു, നേരെ തലകുത്തനെയായി മാറി. അങ്ങനെ അവർ പറഞ്ഞു, ലഖദ് അലിംത മാ ഹഉലാ യൻതിഖൂൻ, ലഖദ് അലിംത, നിശ്ചയമായും നിനക്കറിയാമല്ലോ, മാ ഹഉലാ യൻതിഖൂൻ, ഇവരൊന്നും സംസാരിക്കുകയില്ല എന്ന് നിനക്കറിയില്ലേ. പിന്നെ എന്തിനാ ഞങ്ങളോട് അങ്ങനെ പറയണത്, ഇതിനൊന്നും സംസാരിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഈ സംസാരിക്കാത്തതിനോടാണോ ചോദിച്ചു നോക്കാൻ പറയണത്? അങ്ങോട്ട് പറഞ്ഞെന്താണ്, നിങ്ങൾ ചോദിച്ചു നോക്കുക, ഫസ്അലൂഹും എന്നാണല്ലോ, ചോദിച്ചു നോക്കൂ, ഇൻകാനു യൻതിഖൂൻ, അവർ സംസാരിക്കുമെങ്കിൽ ചോദിച്ചു നോക്കൂ എന്നാണല്ലോ. അപ്പൊ ഞങ്ങൾക്കറിയാമല്ലോ സംസാരിക്കുക എന്നുള്ളത്, പിന്നെ സംസാരിക്കാത്തതിനോട് ചോദിക്കാനാണോ നീ പറയുന്നത് എന്നവർ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി പറയുന്നു. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ തന്നെ പിടിച്ചു, വലാ സമ്മതമാ, അംഗീകാരം അതിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുക, ഖാല അഫതഅബ്ദൂന മിൻ ദൂനില്ലാഹ്, അത് ശരി, അപ്പൊ നിങ്ങൾ ആരാധിക്കുന്നത് ഈ വക മിണ്ടാൻ പോലും വയ്യാത്തിനെയാണല്ലേ. ഖാല, അദ്ദേഹം ചോദിച്ചു,
അഫതഅബുദൂന, അപ്പോൾ നിങ്ങൾ ആരാധിക്കുകയാണോ മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുകയാണോ മാ ഒന്നിനെ, ലാ യൻഫഉകും ശൈഅൻ വലാ യദുറുക്കും, ലാ യൻഫഉകും നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാത്തതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, ശൈഅൻ യാതൊരു ഉപകാരവും ചെയ്യാത്തവനെ, വലാ യദുറുക്കും ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയാത്തതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്. മിണ്ടാൻ പോലും പറ്റാത്തതിനോടാണോ നിങ്ങൾ ജീവിതത്തെ എല്ലാ പ്രശ്നങ്ങളും തേടുന്നത്? ആരാ ചെയ്തു ചോദിച്ചിട്ട് അത് പറയാൻ കഴിയില്ല നിങ്ങൾ പറയണത്. എന്നാ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നവും അതിന് മുമ്പ് പോയി ചോദിച്ചാൽ അതറിയാനും അത് പ്രതികരിക്കാനും അല്ലെങ്കിൽ അത് തീർക്കാനും എല്ലാം കഴിയുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? പടച്ച റബ്ബിനെ പുറമെ നിങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഉഫില്ലക്കും, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം, ലക്കും നിങ്ങൾക്ക് മാത്രമല്ല, വലിമാ തഅബുദൂന മിൻ ദൂനില്ലാ, പടച്ച റബ്ബിനെ പുറമെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആരാധ്യന്മാർ അവക്കെല്ലാം നാശം. എന്തൊരു പോയത്തമങ്ങൾ കാട്ടുന്നത്! ഒന്നും ചെയ്യാൻ കഴിയാത്ത, മിണ്ടാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, ഉപകാരം ചെയ്യാൻ പറ്റാത്ത, ഉപദ്രവം ഏൽപ്പിക്കാൻ പറ്റാത്ത, ജീവനില്ലാത്ത ഇതിനെ ആരാധിക്കുകയോ അത് ഇലാഹായി കണ്ട് അതുകൊണ്ട് പ്രാർത്ഥിച്ച് അത് സഹായിക്കും, അത് ഉപദ്രവം തടുക്കുമെന്ന് പറഞ്ഞ് അതിന് പിന്നാലെ പോവുകയാണോ? ഇപ്പൊ അവർക്ക് പ്രയാസം വന്നപ്പോൾ ആ പ്രയാസം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതുപോലും മിണ്ടാൻ കഴിയില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. എങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? മഹാ കഷ്ടം തന്നെയാണ് നിങ്ങളുടെ കാര്യം. ഉഫില്ലക്കും വലിമാ തഅബുദൂന മിൻ ദൂനില്ലാ, നിങ്ങൾക്കും നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യന്മാർക്കുമെല്ലാം നാശമാകുന്നു. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തഅഖിലൂൻ, എന്തേ നിങ്ങൾ ചിന്തിക്കുന്നില്ല? അപ്പൊ അവരെ ചിന്തിപ്പിക്കാൻ പറ്റാത്ത ഏറ്റവും നല്ല ഒരു സന്ദർഭമായി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അതിനെ ഉപയോഗപ്പെടുത്തുന്നു. ഇതിലേറെ ഇനി അവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയ ഒരു സമയമില്ല. എന്നാണ് ആളുകൾക്ക് മുമ്പിൽ വെച്ച് അവരുടെ ശിർക്കിന്റെ ഈ നിരർത്ഥകതയെ, അതിന്റെ ബാത്തിലിനെ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഈ സംസാരം നടത്തി. ഈ ഇലാഹുകളൊന്നും ഇബാദത്തിന് അർഹതയുള്ളതല്ല എന്നവരെ ബോധ്യപ്പെടുത്താൻ, ആ വിഗ്രഹങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാനും കഴിയില്ല, ഒരു ദോഷത്തെ തടുക്കാനും കഴിയുകയില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്തു തരാൻ കഴിയാത്ത, നിങ്ങൾക്ക് ഉപകാരോപദ്രവം ചെയ്യാൻ കഴിയാത്ത ഈ കാര്യങ്ങളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് അതിന് നിരർത്ഥകതയെ അവരെ ബോധ്യപ്പെടുത്താൻ, അപ്പൊ ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അവരെ ചിന്തിപ്പിക്കുകയാണ്. അതാണ് അഫലാ തഅഖിൽ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഐ അഫലാ തതദബ്ബറൂന മാ അൻതും ഫീഹി മിനൽ ളലാലി വൽ കുഫ്രിൽ ഖലീൽ, നിങ്ങൾ എത്രമാത്രം വലിയ ളലാലത്തിലാണ്, എത്രമാത്രം വലിയ കുഫ്രിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അല്ലദീ ലാ യുറവ്വജു ഇല്ലാ അലാ ജാഹിലിൻ ളാലിമിൻ ഫാജിലിൻ, അക്രമിയായ തെമ്മാടിയായ ഒരു വിവരം കെട്ട മനുഷ്യനല്ലാതെ വേറെ ആർക്കും സമ്മതിക്കാൻ പറ്റാതെ. ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് നിങ്ങൾ പല സംഗതി സമ്മതിക്കാൻ കഴിയുമോ? ചോദിച്ചാൽ മിണ്ടാൻ കഴിയാൻ നിങ്ങൾ സമ്മതിക്കാം. എന്നിട്ട് ആ മിണ്ടാൻ കഴിയാത്തതിനോട് ജീവിതത്തെ എല്ലാ പ്രശ്നങ്ങളും പോയിട്ട് അവതരിപ്പിക്കുക. ഇതൊക്കെ ജാഹിലീകളല്ലാതെ മറ്റാരാണ് ഇതൊക്കെ സമ്മതിക്കുക? ഇത്ര വലിയ വഴികേടിലാണല്ലോ നിങ്ങൾ പെട്ടത് എന്ന് അദ്ദേഹം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ്. അവർക്കെതിരെ അദ്ദേഹം തെളിവ് സ്ഥാപിക്കുകയാണ്. അവിടെ അവർക്ക് പോലും ഒന്നും പറയാനില്ലാത്ത, ഇനിയിപ്പോൾ എന്തായാലും പറയാം, അതിനൊന്നും പറയാനില്ലല്ലോ, അല്ല ശരിയല്ല, അതൊക്കെ ചോദിച്ചാൽ കേൾക്കും എന്ന് പറഞ്ഞാലോ, എന്നാ ചോദിച്ചു നോക്കി ആരാധനെ തകർത്തത് എന്ന് വീണ്ടും പറയും. അപ്പൊ അത് പറയാൻ പറ്റൂല. അപ്പൊ അവർക്ക് ഇനി തിരിച്ചൊന്നും പറയാനില്ലാത്ത വിധം, മറുപടി പറയാനില്ലാതെ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് ഉത്തരം മുട്ടിച്ചോലോ, ആ നിലക്ക് അവരാണ്ട് ഉത്തരം മുട്ടിച്ചിട്ട് അവർ ചെയ്യുന്നത് വഴികേടാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം ഇസ്ലാമിന് നാം ന്യായം നൽകി, ഖൗമിനെതിരായി, ആ സമൂഹത്തിനെതിരായി സ്ഥാപിക്കാവുന്ന ഹുജ്ജത്ത്, തെളിവ് നാം അദ്ദേഹത്തിന് നൽകിയെന്ന് അള്ളാഹ് പറയുന്നുണ്ട്. അതാണ് ഇത് എന്നാണ്. അപ്പൊ അവരെ ബോധ്യപ്പെടുത്തുമാറുള്ള, ഏതൊരാളും ചിന്തിപ്പിക്കാൻ പറ്റാവുന്ന തരത്തിൽ അദ്ദേഹം ഇതിന്റെ നിരർത്ഥകതയെ അവിടെ സ്ഥാപിക്കുകയാണ്. ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ ഇതിനെയാണോ ആരാധിക്കുന്നത്? ഉപകാരം ചെയ്യാൻ കഴിയാത്ത, ഉപദ്രവമേൽപ്പിക്കാത്ത, ഈ സംസാരിക്കാൻ പോലും പറ്റാത്തതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അഫലാ തഅഖിലൂൻ,
നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി ഒന്നുമില്ല. ഇനി അവർക്കൊന്നും പറയാനില്ല. അപ്പൊ പിന്നെ ഭീഷണിയാണ്. അതിന് അടുത്തായിട്ട് മുതലാണ്. പിന്നെ ഓനെ വിടാൻ പറ്റൂല, ഓനെ അങ്ങടാക്കണം ഇങ്ങടാക്കണം എന്നിട്ട് ഓനെ ഭീഷണിപ്പെടുത്താനുള്ള പണിയാണ് പിന്നെ അവർ ചെയ്തത്. കാരണം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ന്യായം പറയാൻ അവർക്ക് കഴിയില്ല. അപ്പൊ പിന്നെ തകർക്കാതല്ലാതെ എന്നാ പിന്നെ നമുക്ക് അവനെ കൊന്നുകളയാം എന്ന രൂപത്തിലുള്ള പ്ലാനിങ്ങിലേക്കാണ് പിന്നെ അവർ പോയത്. അതാണ് അടുത്ത ആയത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് എടുക്കാം. അല്ലാഹു അഅലം. അതായത് തൗഹീദിന്റെ സത്യതയും ശിർക്കിന്റെ നിരർത്ഥകതയുമാണ് ഇതിലൂടെ ബോധ്യമാകുന്നത്. റബ്ബല്ലാത്ത ആരെ ആരാധിച്ചാലും ഈ ന്യായങ്ങളെല്ലാം അവർക്കുമുള്ള ന്യായങ്ങൾ തന്നെയാണ്. പടച്ച റബ്ബല്ലാത്ത ആരിലേക്ക് പോയാലും മരിച്ചുപോയ മനുഷ്യന്മാർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇതേ ചോദ്യം അവിടെയും ചോദിക്കാം. ഇതേ ചോദ്യം അവിടെയും ബാധകമാണ്. വിളിച്ചാൽ കേൾക്കുക വെച്ചാൽ ഇല്ല. പിന്നെ അതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഉപകാരം ചെയ്യാൻ കഴിയാത്ത, ഉപദ്രവം ഏൽപ്പിക്കാൻ കഴിയാത്തതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന ചോദ്യം അവിടെയും പ്രസക്തമാണ്. അതാണ് നമ്മൾ നാട്ടിലൊക്കെ നടക്കുന്നത്. എല്ലാം ഇവിടെ ചോദിച്ച സംസാരമൊന്നും കേൾക്കുന്നില്ല എന്ന് അവർ സമ്മതിക്കുന്നു. അതാണ് മരണം. മരിക്കാന്ന് പറഞ്ഞാൽ തന്നെ കണ്ണും കാതും കയ്യും കാലും ഒക്കെ നിശ്ചലമാവലാണ്. അതുകൊണ്ടാണ് എത്ര വലിയ ആളെന്ന് പറഞ്ഞ ആള് മരിച്ചാലും കുളിപ്പിച്ച് കഫൻ ചെയ്ത് കൊണ്ടുപോയി മറവ് ചെയ്യുന്നത്. പിന്നെ ഇവരെല്ലാ പ്രശ്നം തീർക്കും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതേ ന്യായം അവിടെയും പറയാൻ പറ്റും. പടച്ച റബ്ബല്ലാത്ത ആരെ ആരാധിച്ചാലും അതൊന്നും ന്യായമല്ല. അതുകൊണ്ടാണ് ഉഫില്ലക്കും വലിമാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, പടച്ച റബ്ബിനെ പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ഏതെല്ലാം ഉണ്ടോ അതിലെല്ലാം നാശം. വലിമാ, ആ മാ എന്നത് ഉമൂമാണ്, വ്യാപകാർത്ഥമാണ്. പടച്ച റബ്ബിനെ പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാത്തിനെയും ഉൾപ്പെടുന്ന വാക്കാണ് മാ എന്ന ആ പദം. ആമായിട്ട് പൊതുവായി അർത്ഥം കൽപ്പിക്കാവുന്ന പദമാണ് മാ എന്ന പദം. വലിമാ തഅബുദൂന, ഈ ആരാധനമാർക്ക് മാത്രമല്ല പടച്ച റബ്ബിനെ പുറമെ ആരാധിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം നാശമാകുന്നു എന്ന് അദ്ദേഹം അവിടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. അല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فرجعوا إلى أنفسهم فقالوا إنكم أنتم الظالمون. ثم نكسوا على رؤوسهم لقد علمت ما هؤلاء ينطقون. قال أفتعبدون من دون الله ما لا ينفعكم شيئا ولا يضركم أُفٍّ لكم ولما تعبدون من دون الله أفلا تعقلون. سبحانك الله.